പുതുക്കാട് കെഎസ്ആർടിസി സ്റ്റാൻഡ് വികസനം 4 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനം. ചാലക്കുടി പോട്ടയിൽ മിനി ലോറി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. അപകടത്തെ തുടർന്ന് മിനി ലോറിക്ക് തീപിടിച്ചു. കറുകുറ്റിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. ഒല്ലൂരിൽ കെഎസ്ആർടിസി ബസും കാറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. കെഎസ്ഇബിയുടെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ സിഒഎയുടെ നേതൃത്വത്തിൽ തൃശൂർ കോട്ടപ്പുറം വൈദ്യുതി ഭവൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം. കെഎസ്ഇബിയുടെ കേബിൾ വിരുദ്ധ നിലപാടിനെതിരെ സർക്കാർ ഗൌരവമായി നടപടിയെടുക്കണമെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ടി.എൻ. പ്രതാപൻ. ഗുരുവായൂർ ആനയോട്ടത്തിലെ ജേതാവ് കൊമ്പൻ ബാലുവിനെ 2 ദിവസത്തെ വിശ്രമത്തിനായി ക്ഷേത്രത്തിൽ നിന്ന് മാറ്റി. ആനയോട്ടത്തിൽ 3ാമതെത്തിയ കൊമ്പൻ ദേവദാസിന് ബാലുവിന്റെ ചുമതലകൾ കൈമാറി. വേലൂർ മൈലാടിക്കുന്നിലെ മണ്ണെടുപ്പിന് പഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോ. ജനകീയ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. മയക്കുമരുന്നിനും സൈബർ തട്ടിപ്പുകൾക്കും റൂറൽ ജില്ലയിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലഹരി വസ്തുക്കൾ നൽകുന്നതിനായി തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നമസ്കാരം. വാർത്തകൾ വിശദമായി. പുതുക്കാട് കെഎസ്ആർടിസി സ്റ്റാൻഡിന്റെ 4 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനം. പുതുക്കാട് സ്റ്റാൻഡിന്റെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കെ രാമചന്ദ്രൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സ്റ്റാൻഡിന്റെ 4 ഏക്കറിലേറെയുള്ള ഭൂമി വിനിയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന് എംഡി പ്രമോദ് ശങ്കർ യോഗത്തിൽ അറിയിച്ചു. 1ാംഘട്ട പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി പദ്ധതിയും പ്ലാനും എസ്റ്റിമേറ്റും സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ തയ്യാറാക്കി സമർപ്പിക്കും. നേരത്തെ വിവിധ മേഖലകളിലേക്ക് നടത്തിയിരുന്ന സർവീസുകൾ തുടർന്നും നടത്തുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും എംഎൽഎ യോഗത്തിൽ ആവശ്യപ്പെട്ടു. പുതുക്കാട് ബസ് സ്റ്റാൻഡിന് മുൻപിൽ അടിക്കടിയുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും ഇതിനായി മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, NHAI തുടങ്ങിയ ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കണമെന്നും എംഎൽഎ നിർദ്ദേശിച്ചു. കെഎസ്ആർടിസി DTO ഇൻചാർജ് കെ അഭിലാഷ്, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, കൊടകര ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടി പോട്ട ആശ്രമം ജംഗ്ഷനിൽ ബൈക്കിൽ മിനിലോറിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. അപകടത്തെ തുടർന്ന് രാസപദാർത്ഥവുമായി വന്നിരുന്ന ലോറി പൂർണ്ണമായും കത്തിനശിച്ചു. ചാലക്കുടി വിയാർപുരം ഞാറയ്ക്കൽ വീട്ടിൽ അശോകന്റെ മകൻ 40 വയസ്സുള്ള അനീഷാണ് മരിച്ചത്. രാവിലെ 7:30യോടെയായിരുന്നു അപകടം. ആശാരി പണിക്കാരനായ അനീഷ് വീട്ടിൽ നിന്നും ജോലി സ്ഥലത്തേക്ക് പോകുന്നതിനിടെ ജംഗ്ഷനിൽ വെച്ച് റോഡ് മുറിച്ച് കടക്കുമ്പോഴായിരുന്നു അപകടം. ലോറിയുടെ അടിയിൽ കുടുങ്ങിയ അനീഷിനെയും ബൈക്കിനെയും വലിച്ചിഴച്ച് 40 മീറ്ററോളം പോയ ശേഷമാണ് റോഡരികിലെ ഡിവൈഡറിൽ ഇടിച്ച് ലോറി നിന്നത്. ഉടൻ തന്നെ പുറത്തെടുത്തെങ്കിലും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അനീഷ് മരണപ്പെട്ടു. അപകടത്തിൽ സമീപത്തെ വൈദ്യുതി തൂണും തകർന്നു. റോഡിൽ ഉരസി നീങ്ങിയ ബൈക്കിൽ നിന്നും തീപാറി ലോറിയിലേക്ക് പടരുകയായിരുന്നു. സോപ്പ് നിർമ്മാണത്തിനുള്ള രാസപദാർത്ഥമായിരുന്നു ലോറിയിലുണ്ടായിരുന്നത്. അടിയിൽ കുടുങ്ങിക്കിടന്ന അനീഷിന് പൊള്ളലേറ്റിരുന്നില്ല. ചാലക്കുടി അഗ്നിശമന വിഭാഗം സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കെമിക്കൽ ആയതിനാൽ വെള്ളത്തിനു പകരം ഫോം ഉപയോഗിച്ചാണ് തീയണച്ചത്. ലോറിയിലെ രാസപദാർത്ഥം റോഡിൽ ഒഴുകിയതിനാൽ ദേശീയപാത തൃശൂർ റൂട്ടിൽ 1 മണിക്കൂറോളം വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. മിനിലോറി ഡ്രൈവർ ആലുവ സ്വദേശി ഫാസിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചാലക്കുടി പോട്ട ആശ്രമം ജംഗ്ഷനിൽ ദുരന്തങ്ങൾ തുടർക്കഥയാകുന്നു. വ്യാഴാഴ്ച വിയാർപുരത്തെ യുവാവിന് സംഭവിച്ച ദാരുണാന്ത്യം ഒറ്റപ്പെട്ട സംഭവമല്ല. 8 മാസം മുമ്പ് വിയാർപുരത്ത് തന്നെയുള്ള ജീസൺ എന്ന യുവാവിനും ഇവിടെ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഭാര്യയെ പിന്നിലിരുത്തി ബൈക്കിൽ ദേശീയപാത മുറിച്ചു കടന്ന യുവാവിനെ ചീറിപ്പാഞ്ഞു വന്ന പിക്കപ്പ് വാൻ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. സിഗ്നലിൽ പച്ചലൈറ്റ് തെളിയുന്നതിനു മുമ്പ് മുന്നോട്ടെടുക്കുകയോ ചുവപ്പ് ലൈറ്റ് വീണിട്ടും കടന്നുപോകാൻ ശ്രമിക്കുകയും ചെയ്ത വാഹനങ്ങളാണ് എപ്പോഴും അപകടത്തിന് ഇടയാക്കുന്നത്. കൂടുതൽ തിരക്കുള്ള രാവിലെയാണ് ഭൂരിഭാഗം അപകടങ്ങളും നടന്നിട്ടുള്ളത്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടുകാർ പ്രതിഷേധമായി എത്തുമ്പോൾ അധികൃതർ താൽക്കാലികമായി ഇടപെടും. എന്നാൽ മേഖലയിൽ അപകടങ്ങൾ ഇല്ലാതാക്കാനുള്ള ശാശ്വതമായ പരിഹാരം ഇനിയും അകലെയാണ്.
അടിപ്പാത നിർമ്മാണത്തിന് അനുമതി ലഭിച്ച ഇടമാണ് പോട്ട ആശ്രമം ജംഗ്ഷൻ. അതേസമയം അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ബദൽ സംവിധാനം ഏർപ്പെടുത്താനുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. വെള്ളിയാഴ്ച ദേശീയപാത അധികൃതരുമായി വിഷയം ചർച്ച ചെയ്യുമെന്നും MLA പറഞ്ഞു. TC വിനോസ്, ചാലക്കുടി. കറുകുറ്റിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. മുരിയാട് സ്വദേശി മഠത്തിൽ വീട്ടിൽ രമേശ് മകൻ 19 വയസ്സുള്ള സിദ്ധാർത്ഥാണ് മരിച്ചത്. മൂക്കന്നൂർ ഫിസാറ്റ് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 2ാം വർഷ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥ് കോളേജിൽ നിന്ന് മടങ്ങവെയാണ് അപകടം. കറുകുറ്റി മൂന്നാംപറമ്പ് പള്ളിക്ക് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായതിനെ തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ വിദ്യാർത്ഥി തൽക്ഷണം മരിച്ചു. അങ്കമാലി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ നിയന്ത്രണം വിട്ട ജീപ്പ് പാടത്തേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ഈരാറ്റുപേട്ട സ്വദേശി സിജോ, മധ്യപ്രദേശ് സ്വദേശി അഫ്ദർ എന്നിവർക്കാണ് പരിക്കേറ്റത്. പന്നിത്തടം ഭാഗത്തുനിന്നും കേച്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ജീപ്പ് കൂമ്പുഴ പാലത്തിന് സമീപത്തെ തിരിവിൽ നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ COAയുടെ നേതൃത്വത്തിൽ തൃശൂർ കോട്ടപ്പുറം വൈദ്യുതി ഭവൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. KSEBയുടെ കേബിൾ വിരുദ്ധ നിലപാടിനെതിരെ സർക്കാർ ഗൌരവമായി നടപടിയെടുക്കണമെന്ന് മുൻ MPയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ TN പ്രതാപൻ. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിൽ പ്രതിഷേധിച്ച് COA ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോട്ടപ്പുറം വൈദ്യുതി ഭവൻ ഓഫീസിനു മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ സംഘടനയുടെ ശക്തി തെളിയിക്കുന്നതായി മാറി. മുൻ MPയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV രംഗത്തും ബ്രോഡ്ബാൻഡ് രംഗത്തും കോർപ്പറേറ്റുകൾ പിടിമുറുക്കുകയാണെന്നും അവരെ സഹായിക്കുന്ന സമീപനമാണ് KSEB സ്വീകരിക്കുന്നതെന്നും പ്രതാപൻ പറഞ്ഞു. COAയുമായി ധാരണാപത്രം ലംഘിക്കുന്ന KSEB ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഇക്കാര്യം വൈദ്യുതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പ്രതാപൻ അറിയിച്ചു. അദാനി, അംബാനി ഉൾപ്പെടെയുള്ള വൻകിട കോർപ്പറേറ്റുകളടക്കം ഈ മേഖലയിലേക്ക് കടന്നു വരികയാണ്. ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ കൊടുക്കുന്നതിന് വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ രാജ്യത്ത് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. KSEBക്ക് ഏതെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഗവൺമെന്റ് എടുത്ത തീരുമാനത്തെ ലംഘിക്കലല്ല. അതുകൊണ്ട് ഗവൺമെന്റ് എടുത്ത തീരുമാനത്തെ ലംഘിക്കുന്ന KSEB ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്തണമെന്ന് ഈ സമരം അതിശക്തമായി ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ്. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. കേബിൾ TV വ്യവസായം സംരക്ഷിക്കാൻ നടപടി വേണമെന്നും KSEBയുടെ നിലപാടിനെതിരെ ഭരണകൂടം ഇടപെടണമെന്നും CPI സംസ്ഥാന കമ്മിറ്റി അംഗം KP സന്ദീപ് പറഞ്ഞു. കേരളത്തിലെ ഭരണകൂടത്തോട് ഞങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നു, KSEBയുടെ ഭാഗത്തുനിന്ന് അത്തരം നടപടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളിലേക്ക് കേരളത്തിലെ ഭരണകൂടം കടക്കണം. KSEBയിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഉദ്ദണ്ഡ വാദഗതികളുമായി COAയെ തകർക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ ആ നിലപാടുകളിൽ നിന്ന് അത്തരം ആളുകളെ പിന്തിരിപ്പിക്കുവാൻ കഴിയുന്ന രൂപത്തിൽ ഇടപെടലുകൾ കേരളത്തിൽ വരുന്ന ആളുകളിൽ ഉണ്ടാകും. സാധാരണക്കാരെ പിഴിയുന്ന സമീപനം KSEB കേബിൾ TV ഓപ്പറേറ്റർമാർക്കെതിരെയും സ്വീകരിക്കുകയാണെന്നും മാനേജ്മെന്റിനോട് സംസാരിച്ച് നിലപാട് തിരുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ ആവശ്യപ്പെട്ടു. അടിക്കടി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണോ സാധാരണക്കാരനെ പിഴിയുന്നത്, അതേ സമീപനം തന്നെയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സിനോടും ഇവർ കാണിക്കുന്നത്. അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനം കാഴ്ചവെക്കേണ്ട സമയത്ത് അതിനു പകരം അവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനത്തിൽ അതിന് വൈദ്യുതി ബോർഡ് ഭരിക്കുന്ന മാനേജ്മെന്റിന് കൂട്ടുനിൽക്കുന്ന സമീപനമാണ്, അവർക്ക് സഹായം നൽകുന്ന സമീപനമാണ് കേരളം ഭരിക്കുന്ന സർക്കാർ കാണിക്കുന്നത്. സർക്കാരാണ് നിലപാട് തിരുത്തേണ്ടത്. കുത്തകകളെ സഹായിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് KSEB സ്വീകരിക്കുന്നതെന്നും KSEBയുടെ നിലപാട് തിരുത്തുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് പറഞ്ഞു. COA ജില്ലാ സെക്രട്ടറി P ആന്റണി, സംസ്ഥാന കമ്മിറ്റി അംഗം CA ബൈജു, ജില്ലാ ട്രഷറർ CG ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. TC വിനോസ്, തൃശൂർ. ഗുരുവായൂർ ആനയോട്ടത്തിലെ ജേതാവ് കൊമ്പൻ ബാലുവിനെ 2 ദിവസത്തെ വിശ്രമത്തിനായി ക്ഷേത്രത്തിൽ നിന്നും മാറ്റി. ആനയോട്ടത്തിൽ 3ാമതെത്തിയ കൊമ്പൻ ദേവദാസിന് ബാലുവിന്റെ ചുമതലകൾ കൈമാറി. ക്ഷേത്രത്തിനകത്ത് ബാലുവിന്
ഉറങ്ങാൻ സാഹചര്യമില്ലാത്തതിനാൽ 2 ദിവസമായി ക്ഷീണിതനായിരുന്നു. ബാലു ആദ്യമായാണ് ഉത്സവ ചടങ്ങുകൾ നിർവഹിക്കുന്നത്. പാപ്പാന്മാർ ആവശ്യപ്പെട്ട പ്രകാരം ബാലുവിനെ മാറ്റി പകരം ദേവദാസിന് ചുമതല നൽകുകയായിരുന്നു. ബുധനാഴ്ച രാത്രി ശ്രീഭൂതബലി എഴുന്നള്ളിപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ബാലുവിനെ ആനത്താവളത്തിലേക്ക് കൊണ്ടുപോയത്. വ്യാഴാഴ്ച രാവിലെ മുതൽ ശ്രീഭൂതബലിക്ക് തിടമ്പേറ്റുന്നത് ദേവദാസാണ്. ആനയോട്ടത്തിൽ വിജയിക്കുന്ന ആന ഉത്സവം 8-ാം വിളക്കുവരെ ക്ഷേത്രത്തിനകത്ത് തന്നെ നിന്ന് ചടങ്ങ് നടത്താറാണ് പതിവ്. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം 6-ാം വിളക്ക് ദിവസമായ ശനിയാഴ്ച ബാലു ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. വേലൂർ, തയ്യൂർ, മൈലാടിക്കുന്നിൽ നടത്തിയിരുന്ന മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ പഞ്ചായത്ത് ഉത്തരവ് നൽകി. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരം സെക്രട്ടറി സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഇതിനോട് ചേർന്ന കുന്നത്തുപുരയ്ക്കൽ നഗറിൽ 40 പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. പ്രദേശത്ത് കഴിഞ്ഞ പ്രളയകാലത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് പ്രദേശത്തുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് മണ്ണൊലിപ്പ് തടയുന്നതിനായി 45 ലക്ഷം രൂപ ചെലവഴിച്ച് സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചിരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് പഞ്ചായത്ത് മണ്ണെടുക്കാൻ അനുമതി നൽകിയതെന്നാണ് നാട്ടുകാരുടെ പരാതി. എന്നാൽ വീട് നിർമ്മാണത്തിന് വേണ്ടിയാണ് ജിയോളജി വകുപ്പിന്റെ അനുകൂല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അനുമതി നൽകിയതെന്ന് സെക്രട്ടറി അറിയിച്ചു. നിലവിൽ അനുവദിച്ച അളവിൽ മണ്ണ് നീക്കിയിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും പെർമിറ്റ് കാലാവധി അവസാനിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രസിഡന്റ് TR ഷോബിയുടെ നിർദ്ദേശപ്രകാരം മണ്ണെടുപ്പ് നിർത്തിവെക്കുവാൻ സെക്രട്ടറി ഉത്തരവ് നൽകിയത്. ഈ സ്ഥലത്ത് വീട് നിർമ്മാണം നടത്തിയില്ലെങ്കിൽ സ്ഥലമുടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. തയ്യൂർ, മൈലാടിക്കുന്നിൽ വ്യാപകമായി നടക്കുന്ന മണ്ണെടുപ്പിനെതിരെ നാട്ടുകാർ ദീപ പ്രതിരോധം തീർത്തു. വേലൂർ പഞ്ചായത്ത് അംഗം PN അനിൽ ഉദ്ഘാടനം ചെയ്തു. മൈലാടിക്കുന്നിലെ ചെരുവുകളിൽ വ്യാജ വീട് പെർമിറ്റുകളുടെ രീതിയിലാണ് വ്യാപകമായി മണ്ണെടുപ്പ് നടത്താൻ ശ്രമിച്ചതെന്ന് യോഗത്തിൽ ആരോപിച്ചു. മണ്ണെടുപ്പ്, ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള മേഖലയിലെ മണ്ണെടുപ്പിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതി നൽകി. പ്രതിഷേധത്തിന്റെ ഭാഗമായി ചിരാതുകൾ തെളിയിച്ച് പ്രദേശവാസികൾ മണ്ണെടുപ്പ് നടത്തുന്ന സ്ഥലങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങൾ തടഞ്ഞു. ജനകീയ പ്രതിരോധ സമിതി കൺവീനർ ജയൻ കുന്നത്തുപുര അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സുകുമാരൻ, മുൻ പഞ്ചായത്ത് അംഗം LC ഔസേപ്പ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അൻസാർ തയ്യൂർ, കോൺഗ്രസ് വാർഡ് വൈസ് പ്രസിഡന്റ് ജയചന്ദ്രൻ തയ്യൂർ, സുരേഷ് തയ്യൂർ, അജീഷ്, യേശുദാസ്, ഉദയൻ കുന്നത്തുപുര തുടങ്ങിയവർ സംസാരിച്ചു. മയക്കുമരുന്നിനും സൈബർ തട്ടിപ്പുകൾക്കും റൂറൽ ജില്ലയിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ. റൂറലിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ പ്രത്യേക ഗ്രൂപ്പുകൾ രൂപീകരിക്കും. ഡാൻസ് ഓഫ് ടീമുകൾ നിലനിർത്തിയാവും പുതിയ ഗ്രൂപ്പുകൾ. ജനമൈത്രി, SPC, CPC, കുടുംബശ്രീ, റെസിഡൻസ് അസോസിയേഷനുകൾ, കടലോര ജാഗ്രതാ സമിതികൾ തുടങ്ങിയവയെ ഉൾപ്പെടുത്തിയാകും പോലീസിനെ സഹായിക്കാനുള്ള ഗ്രൂപ്പിന്റെ സേവനം. ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർക്ക് കൗൺസിലിംഗ് നൽകാൻ റൂറൽ ജില്ലയിലെ DYSP ഓഫീസുകളിൽ കൗൺസിലിംഗ് ആരംഭിക്കുമെന്നും റൂറൽ SP അറിയിച്ചു. നിലവിൽ പോലീസും ഡാൻസ് ഓഫും ചെയ്യുന്ന പ്രവൃത്തി തുടരും. അത് നിർത്തിയിട്ടില്ല. 2, ഈ ഡ്രഗ് അഡിക്ട്സും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടി നമ്മൾ കൗൺസിലിംഗ് കൊടുക്കും. സ്നേഹിത ഹെൽപ്പ് ഡെസ്ക്, സ്നേഹിതയുടെ ഭാഗമായി എല്ലാ സബ് ഡിവിഷനും ഇപ്പം നിലവിൽ നമുക്ക് റൂറൽ ജില്ലയിലാകെ ഇരിങ്ങാലക്കുട SP ഓഫീസിലാണ് ഒരു കൗൺസിലിംഗ് സെന്റർ ഉള്ളത്. പോലീസിന്റെ സൗജന്യ കൗൺസിലിംഗ് സെന്റർ. അടുത്ത ആഴ്ച മുതൽ ഇരിങ്ങാലക്കുട നിലവിലുള്ളത് കൂടാതെ ഇരിങ്ങാലക്കുട DYSP ഓഫീസിൽ ഒരു പുതിയ സ്നേഹിത കൗൺസിലിംഗ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ചാലക്കുടിയിലും കൊടുങ്ങല്ലൂരും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, അത് ഗവൺമെന്റ് പ്രോജക്റ്റാണ് എങ്കിലും പോലീസ് അവരും കൂടെ ചേർന്ന് നടത്തുക. പ്രായമാകാത്ത കുട്ടികൾക്ക് മയക്കുമരുന്ന് നൽകുന്നവർക്കെതിരെ പ്രത്യേക ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്ത് കേസെടുക്കുമെന്നും പോലീസ് മേധാവി പറഞ്ഞു. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ റൂറൽ ജില്ലയ്ക്ക് കീഴിലുള്ള സൈബർ സെൽ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് B കൃഷ്ണകുമാർ പറഞ്ഞു. വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരാളുടെ ഡീറ്റെയിൽസ് എടുക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ്, നിങ്ങൾക്ക് വരുന്ന ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പോയി നിങ്ങളുടെ അക്കൗണ്ടിൽ നല്ല വരുന്ന പൈസയ്ക്ക് ചിലപ്പോൾ നിങ്ങൾ എല്ലാം കറക്റ്റ് വരുന്ന പൈസ ആവുന്നില്ല. ടാക്സ് വെട്ടിക്കാൻ വേണ്ടി അക്കൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളുകൾ, മ്യൂൾ അക്കൗണ്ട് എന്നൊരു വാക്കുണ്ട്, ബിനാമി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ, പിന്നെ മണി ലോണ്ടറിംഗ് എന്നൊരു വാക്കുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലാണ് മണി ലോണ്ടറിങ്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. എനിക്ക് കിട്ടുന്ന പൈസ അക്കൗണ്ടഡ് മണി ആക്കാൻ വേണ്ടി നമ്മൾ വേറെ എവിടെയെങ്കിലും കൊടുത്ത് കറങ്ങി തിരിഞ്ഞത് അവിടുന്ന് NRI പൈസയായിട്ട് വരുന്നു, അല്ലെങ്കിൽ വേറെ, മനസ്സിലായി. ഇതൊക്കെ ഉള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ വലിയ പാടാവും. സൈബർ കുറ്റകൃത്യം വഴി നഷ്ടപ്പെട്ട 6 കോടിയിലധികം രൂപ തിരിച്ചുപിടിക്കാൻ സാധിച്ചതായും റൂറൽ SP വ്യക്തമാക്കി. സൈബർ രംഗത്തെ വിവിധ കുറ്റകൃത്യങ്ങൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട.
കൊടകരയിൽ സ്കൂൾ പരിസരത്ത് നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ അബ്ദുൽ സലാം, ഡാലിം എന്നിവരെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 177 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ഇൻസ്പെക്ടർ പി കെ ദാസ്, സബ് ഇൻസ്പെക്ടർ ഇ എ സുരേഷ്, സിവിൽ പോലീസ് ഓഫീസർ ജിലു സെബാസ്റ്റ്യൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. 3 ലിറ്റർ വാറ്റ് ചാരായവുമായി മധ്യവയസ്കനെ വടക്കാഞ്ചേരി എക്സൈസ് സംഘം പിടികൂടി. കിള്ളിമംഗലം വല്ലങ്ങിപ്പാറ മുണ്ടരാപ്പള്ളി വീട്ടിൽ മണികണ്ഠനെയാണ് വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ രാമകൃഷ്ണൻ, പ്രശാന്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അജീഷ്, ജയേഷ് തുടങ്ങിയവർ ചാരായം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. 6 ഗ്രാം ഹാഷിഷ് ഓയിലുമായി ചൂണ്ടൽ സ്വദേശിയെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ചൂണ്ടൽകുന്ന് സ്വദേശി രഞ്ജിത്തിനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പി ജി ശിവശങ്കരൻ, സി എ സുരേഷ്, സിദ്ധാർത്ഥൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റാഫി, ശ്രീരാഗ്, സജീഷ്, സതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലഹരി വസ്തുക്കൾ നൽകുന്നതിനായി തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര താന്യം സ്വദേശി തെക്കിനിയടത്ത് വീട്ടിൽ വിവേകാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമാണ് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ മദ്യവും ബീഡിയും മറ്റ് ലഹരി വസ്തുക്കളും നൽകുന്നതിനായി പെരിങ്ങോട്ടുകരയിലുള്ള വീട്ടിൽ നിന്ന് ബലമായി തട്ടിക്കൊണ്ടുപോവുകയും തടയാൻ ശ്രമിച്ച കുട്ടിയുടെ അച്ഛനെ ചവിട്ടി വീഴ്ത്തുകയും ചെയ്തത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അഭിലാഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സജു, ഷാജി എന്നിവർ വിവേകിനെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കർഷകരുടെ പരാതിയെ തുടർന്ന് കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ കൃഷിനാശം വരുത്തിയ 14 കാട്ടുപന്നികളെ വെടിവെച്ചുകൊന്നു. ഷൂട്ടിംഗിൽ പ്രത്യേക പരിശീലനം നേടിയ സംഗീതിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പന്നികളെ വെടിവെച്ചുകൊന്നത്. കൌൺസിലർമാരായ ലബീബ് ഹസൻ, സുനിൽകുമാർ, ഷബീർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രവീൺ എന്നിവർ നേതൃത്വം നൽകി. പാർപ്പിട പദ്ധതിക്കും ടൂറിസം പദ്ധതിക്കും ഊന്നൽ നൽകി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 20.20 കോടി രൂപ വരവും 19.97 കോടി രൂപ ചിലവും 23.19 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ അവതരിപ്പിച്ചത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രബീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന ശ്രീകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജിയോ ഫോക്സ്, കൊച്ചപ്പൻ വടക്കൻ, ദിൽന ധനീഷ്, എം റജീന, ജനപ്രതിനിധികളായ ഒ ജെ ഷാജൻ, ഗ്രേസി ജേക്കബ്, മിനി ലിയോ തുടങ്ങിയവർ സംസാരിച്ചു. ഒട്ടും യാഥാർത്ഥ്യബോധമില്ലാത്ത ബഡ്ജറ്റാണ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് മുൻപാകെ വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷം. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് ഒരു തരത്തിലും ലഭിക്കാനിടയല്ലാത്ത വരവുകൾ വർദ്ധിപ്പിച്ച് എഴുതിയുണ്ടാക്കിയ ബഡ്ജറ്റുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനം ഭരണസമിതി ഉപേക്ഷിക്കണമെന്നും ബജറ്റ് തള്ളിക്കളയണമെന്നും UDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ലഭിക്കാൻ ഒരു തരത്തിലും ഇടയില്ലാത്ത ഫണ്ടുകൾ 4-5 ഇരട്ടിയാക്കി ബഡ്ജറ്റിൽ എഴുതി ചേർത്തിരിക്കുകയാണെന്ന് UDF പ്രതിപക്ഷ നേതാവ് ഒ ജെ ഷാജൻ പറഞ്ഞു. 90 ലക്ഷം ചെലവും എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 27 ലക്ഷം രൂപ മിച്ച ബഡ്ജറ്റാക്കിയിട്ട് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ജനങ്ങളെ മണ്ടന്മാരാക്കുന്നതിന് തുല്യമാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് വെറുതെ 27 ലക്ഷം രൂപ മിച്ച ബഡ്ജറ്റ് ആക്കേണ്ട കാര്യമില്ല. ആ 27 ലക്ഷം രൂപയ്ക്കും പദ്ധതികൾ വയ്ക്കാമായിരുന്നു. ഇനി മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ ഇതിൽ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ 2 വർഷത്തെ ബ്ലോക്ക് പഞ്ചായത്തിൽ ലഭിച്ച വരുമാനത്തെക്കുറിച്ച്. അതിൻ്റെ 4 ഇരട്ടിയാണ് ഇത്തവണ എഴുതി കാണിച്ചിട്ടുള്ളത്. ഈ വർഷം ലഭിച്ച സംഖ്യയുടെ 4 ഇരട്ടി വരുമാനം ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിക്കുന്നു എന്ന് ഇതിൽ എഴുതി കാണിച്ചേക്കണം. ബഡ്ജറ്റിൽ എന്തും എഴുതാം എന്നുള്ളതിൻ്റെ ആ ഒരു സൗജന്യം എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു സാഹചര്യം, ആ ഒരു മുതലെടുപ്പ് നടത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം കിട്ടിയതിൻ്റെ അല്ലെങ്കിൽ ഈ നടപ്പ് വർഷം കിട്ടിയതിൻ്റെ 4 ഇരട്ടി തുക വരുമാനത്തിൽ വർധന കാണിക്കുന്ന തരത്തിലേക്ക് നമുക്ക് ലഭിക്കുന്ന ഫണ്ടുകളുടെ വർധനവ് ആ തരത്തിൽ കാണിക്കുന്നത് ജനങ്ങളെ പറ്റിക്കുന്നതിന് തുല്യമാണ്, മണ്ടന്മാരാക്കുന്നതിന് തുല്യമാണ് എന്ന് തന്നെ പറയാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഒരിക്കലും നടക്കില്ലെന്നറിഞ്ഞിട്ടും ഇത്തരത്തിൽ ബഡ്ജറ്റിൽ തുക ഉയർത്തിക്കാണിച്ച് പദ്ധതികൾ എഴുതിച്ചേർത്ത് കയ്യടി നേടാൻ നടത്തുന്ന ശ്രമം പരിഹാസ്യമാണെന്നും ബഡ്ജറ്റിൽ ശക്തമായ പ്രതിഷേധമുണ്ടെന്നും UDF അംഗങ്ങളായ ഒ ജെ ഷാജൻ, ഗ്രേസി ജേക്കബ്, മിനി ലിയോ, ഷെരീഫ് ചിറക്കൽ എന്നിവർ വ്യക്തമാക്കി.
പൂമംഗലം പഞ്ചായത്തിലെ ചാലിനു കുറുകെ പാലം നിർമ്മിക്കാൻ സർക്കാർ നടപടികൾ ആരംഭിക്കണമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ണിയാടൻ ആവശ്യപ്പെട്ടു. പൂമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നെറ്റിയാട് സെന്ററിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂമംഗലം പടിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം ദീർഘനാളത്തെ സ്വപ്നമാണെന്നും UDF ഗവൺമെന്റിന്റെ കാലത്ത് ബഡ്ജറ്റിൽ പെട്ടിരുന്നുവെങ്കിലും നാളിതുവരെ പാലം നിർമ്മിച്ചിട്ടില്ല എന്നും ഉണ്ണിയാടൻ ചൂണ്ടിക്കാട്ടി. മണ്ഡലം പ്രസിഡന്റ് വിനോദ് ചേലൂക്കാരൻ അധ്യക്ഷനായിരുന്നു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ, ജില്ലാ സെക്രട്ടറി സേതുമാധവൻ, മണ്ഡലം വർക്കിംഗ് പ്രസിഡന്റ് ജോമോൻ ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. തന്നെയും കമ്പ്യൂട്ടർ എത്തിച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യമായി കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞു. അങ്ങനെ എത്രയോ പദ്ധതികളാണ് നമുക്കിവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി നറുക്കെടുപ്പ് ശനിയാഴ്ച നടക്കും. ദേവസ്വം ഓഫീസിൽ രാവിലെ 10-ന് പ്രധാന തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടുമായി കൂടിക്കാഴ്ച നടക്കും. 51 പേരെയാണ് ദേവസ്വം കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിട്ടുള്ളത്. യോഗ്യത നേടുന്നവരുടെ പേരുകൾ എഴുതി വെള്ളിക്കുമ്പത്തിലാക്കി ഉച്ചപൂജയ്ക്ക് മുമ്പ് നിലവിലെ മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി നറുക്കെടുക്കും. നിയുക്ത മേൽശാന്തി 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരുന്നതിന് ശേഷം ഏപ്രിൽ 1-ന് ചുമതലയേൽക്കും. 6 മാസമാണ് കാലാവധി. കൊയ്ത്തിന് പാകമായ മുണ്ടകൻ പാടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് കർഷകരെ വലയ്ക്കുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ മാങ്കുറ്റിപ്പാടം പാടശേഖര സമിതിക്ക് കീഴിലുള്ള മുണ്ടകൻ പാടങ്ങളിലാണ് വെള്ളം കെട്ടിനിൽക്കുന്നത്. 17 പാടശേഖരങ്ങളുള്ള മറ്റത്തൂർ കൃഷിഭവൻ പരിധിയിൽ ഇറിഗേഷൻ കനാലിൽ നിന്നുള്ള വെള്ളത്തെ മാത്രം ആശ്രയിച്ച് കൃഷിയിറക്കുന്ന പാടശേഖരമാണ് മാങ്കുറ്റിപ്പാടം. നേരത്തെ ആണ്ടിൽ 3 വട്ടം നെൽകൃഷി ചെയ്തു വന്നിരുന്ന ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മുണ്ടകൻ വിള മാത്രമാണ് ഇറക്കുന്നത്. ഇത്തവണ വെള്ള പൊന്മണി വിത്തുപയോഗിച്ചാണ് വിളവിറക്കിയത്. സമയബന്ധിതമായി കനാൽ വെള്ളം ലഭിച്ചതിനാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മികച്ച വിളവാണ് ഇക്കുറി കർഷകർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കൊയ്ത്തിന് പാകമായ നെൽക്കണ്ടങ്ങളിലേക്ക് കനാൽ വെള്ളം എത്തിയതും കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയും കർഷകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു. ഈ പാടശേഖര സമിതിയില് ഏകദേശം 17 ഹെക്ടർ നിലാണ് ഇത്തവണ പണിതിരിക്കുന്നത്. കനാൽ വെള്ളവും ഇന്നലെ ഉച്ചതിരിഞ്ഞ് മഴയും പെയ്തു. അതിന്റെയൊക്കെ ഫലമായിട്ട് കണ്ടങ്ങളിലൊക്കെ വെള്ളം കയറി. കണ്ടങ്ങളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വൈക്കോല് നഷ്ടപ്പെടും. ചില താഴ്ചയുള്ള ഭാഗങ്ങളുണ്ട്, 3 അടി 1 മീറ്ററൊക്കെ താഴ്ന്ന ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്ത് ഈ കുത്തുമുഷി ഇറങ്ങില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയാണ് ഇപ്പൊ ഈ മാങ്കുറ്റിപ്പാടം പാടശേഖരം അഭിമുഖീകരിക്കുന്നത്. ഈ മാസം 25-ന് കൊയ്ത്ത് തുടങ്ങേണ്ട പാടത്ത് നെൽച്ചെടികളെല്ലാം വെള്ളത്തിലാണ്. പാടത്ത് വെള്ളമുണ്ടെങ്കിൽ കൊയ്ത്തുയന്ത്രമിറക്കാൻ ബുദ്ധിമുട്ട് നേരിടും. മഴ ഇനിയും പെയ്താൽ കനത്ത നാശനഷ്ടം കർഷകർക്ക് നേരിടേണ്ടിവരും. മറ്റത്തൂർ കനാലിൽ വെള്ളം തുറന്നുവിടുമ്പോഴും മഴ കനത്തു പെയ്യുമ്പോഴും മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിൽ അനുഭവപ്പെടുന്ന വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഇവിടെയുള്ള കല്ലൻകുഴി തോട് നവീകരിച്ചാൽ മതിയാകുമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. മോളിന്ന് തൊട്ട് താഴെ വരെ ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററോ മേലെയുണ്ട്. ആ കാടക്കണ്ണം താത്തി പൊട്ടിച്ച് കാട്ടി കളഞ്ഞാൽ മാത്രമാണ് ഈ കനാൽ വെള്ളം വിട്ടാലും ഞങ്ങളുടെ പാടങ്ങളിലേക്ക് വെള്ളം കയറാണ്ടിരിക്കുള്ളൂ. ഇത് പാടം ഉണങ്ങാതെ കൊയ്യാനോ ഞങ്ങളുടെ പശുക്കൾക്ക് വൈക്കോല് കൊടുക്കണ്ട, വിറ്റ് കാശ് മേടിക്കണ്ട. പക്ഷെ ഞങ്ങളുടെ അടുത്ത വർഷം വരയ്ക്കുള്ള വൈക്കോല് വേണ്ടേ, ആ വൈക്കോല് പോകുന്നുള്ളതാണ്. ഇതൊക്കെ വൈക്കോല് ചളിയിലും മണ്ണിലും ഈ സാധനം പോകും. അടിത്തട്ടിൽ കാടക്കണ്ണൻ ഇനത്തിലുള്ള കട്ടിയേറിയ കല്ലാണ് കല്ലൻകുഴി തോടിലുള്ളത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗപ്പെടുത്തി തോട് താഴ്ത്തിയാൽ പാടത്തെ വെള്ളം സുഗമമായി സമീപത്തെ വലിയ തോട്ടിലേക്ക് ഒഴുകിപ്പോകും. ഇങ്ങനെ ചെയ്താൽ വരും വർഷങ്ങളിൽ കൃഷിനാശമില്ലാതെ നെൽകൃഷി ചെയ്യാനാകും. ഇതിനാവശ്യമായ പദ്ധതിക്ക് രൂപം നൽകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. TCV ന്യൂസ്, കൊടകര. ജില്ലയിലെ ആദ്യത്തെ മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായി തോളൂർ. മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പാക്കിയാണ് പഞ്ചായത്ത് ഈ നേട്ടം കൈവരിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം ജിമ്മി ചൂണ്ടൽ ഹരിത പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. തെളിമയോടെ തോളൂർ എന്ന മാലിന്യമുക്ത ക്യാമ്പയിനിലൂടെ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് ഭരണസമിതിയും പൊതുജനങ്ങളും വ്യാപാരികളും സ്ഥാപനങ്ങളും നേതൃത്വം നൽകി. പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ജനകീയ പങ്കാളിത്തത്തോടെ കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ജനപ്രതിനിധികളായ ഷീന വിൽസൺ, സരസമ്മ സുബ്രഹ്മണ്യൻ, KG പോൾസൺ, VK രഘുനാഥൻ, KR സൈമൺ, ഷീന തോമസ്, പഞ്ചായത്ത് സെക്രട്ടറി അനൂപ് കുമാർ, ഫാദർ സെബി പുത്തൂർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ലൈജൂസി എടക്കളത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു.
വേലൂരിൽ മരം മുറിക്കുന്നതിനിടെ മരത്തിൽ കുടുങ്ങിയ തൊഴിലാളിക്ക് ഫയർഫോഴ്സുകാർ രക്ഷകരായി. 12-ാം വാർഡിൽ വാഴപ്പള്ളി ജോസിന്റെ പറമ്പിൽ മരം മുറിക്കാനെത്തിയ ദേശമംഗലം സ്വദേശി തലശ്ശേരി വീട്ടിൽ രാജഗോപാലനാണ് മരത്തിന് മുകളിൽ കുടുങ്ങിയത്. ഏകദേശം 40 അടി ഉയരമുള്ള മാവ് മുറിച്ചു മാറ്റുന്നതിനായാണ് രാജഗോപാലൻ മുകളിൽ കയറിയത്. എന്നാൽ ശാഖകൾ വെട്ടിമാറ്റുന്നതിനിടയിൽ മരക്കൊമ്പ് തലയിൽ തട്ടി മുറിവേൽക്കുകയായിരുന്നു. തുടർന്ന് താഴേക്കിറങ്ങാൻ കഴിയാതെ വരികയും നാട്ടുകാരുടെ സഹായം തേടുകയും ചെയ്തു. ഉയരം കൂടുതലുള്ളതിനാൽ രാജഗോപാലനെ താഴേക്കിറക്കാൻ നാട്ടുകാർക്ക് കഴിഞ്ഞില്ല. തുടർന്ന് വാർഡ് മെമ്പർ CD സൈമൺ കുന്നംകുളം ഫയർഫോഴ്സിൽ വിവരമറിയിച്ചു. അരമണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ രാജഗോപാലനെ അതിസാഹസികമായി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ BS അജീഷ് കുമാർ, ശ്രീജിത്ത് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കാർഷിക മേഖലയ്ക്ക് മുൻഗണന നൽകി ആളൂർ പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 39,44,819 രൂപ വരവും 37,13,52,789 രൂപ ചെലവും 2,30,55,230 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അവതരിപ്പിച്ചു. തരിശുനില കൃഷിക്ക് മുൻഗണന നൽകുന്ന ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് 54,27,000 രൂപ വകയിരുത്തി. സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനത്തിനും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവം 4-ാം ദിവസത്തിലേക്ക് കടന്നതോടെ പ്രസാദ ഊട്ടിൽ 1 ലക്ഷത്തോളം പേർ പങ്കെടുത്തു. ദിവസവും രാവിലെ 9-ന് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലാണ് പ്രസാദ ഊട്ടായി കഞ്ഞിയും പുഴുക്കും നൽകുന്നത്. ജാതിമത ഭേദമന്യേ നിരവധി പേരാണ് പ്രസാദ ഊട്ടിനെത്തുന്നത്. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ കഞ്ഞി കുടിക്കാനെത്തി. അദ്ദേഹം ചെയർമാനായിരിക്കെ 2014-ലാണ് ക്ഷേത്രത്തിനകത്ത് നടന്നിരുന്ന ഉത്സവ പ്രസാദ ഊട്ട് പുറത്തേക്ക് മാറ്റിയത്. ഇതോടെ പ്രസാദ ഊട്ടിന് മതസൗഹാർദ്ദ മുഖമായി. പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് പ്രസാദ ഊട്ട് തയ്യാറാക്കുന്നത്. കുടുംബി സമുദായക്കാരുടെ പ്രധാന ഉത്സവമായ മഞ്ഞോണം നിറങ്ങളിൽ നിറഞ്ഞ് ആഘോഷിച്ചു. ഹോളി ആഘോഷത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് നിറങ്ങളിൽ കുടിച്ചുള്ള ആഘോഷം. കുംഭമാസത്തിലെ പൂരം നാളിലാണ് മഞ്ഞോണം. നെയ്തക്കുടി, ചെന്തുരുത്തി മേഖലകളിലാണ് മഞ്ഞോണം അഥവാ മഞ്ഞക്കുളി ആഘോഷം നടക്കുന്നത്. കൊങ്ങിണി ഭാഷയുമായി സാമ്യമുള്ള ഭാഷയിലാണ് ഇവരുടെ പാട്ട്. വീടുകളിൽ തയ്യാറാക്കിയ ഗുരുതി ജലത്തിൽ കുളിച്ചെത്തുന്ന ഭക്തർ പ്രത്യേകമായി ഒരുക്കിയ വഞ്ചിയിലുള്ള നിറം കലർത്തിയ വെള്ളം ശരീരത്തിലേക്ക് ഒഴിച്ചു. കൂടാതെ തീർത്ഥമായി പാത്രങ്ങളിൽ പകർത്തി വീടുകളിൽ കൊണ്ടുപോയി ഉപയോഗിക്കും. നെയ്തക്കുടിയിലെ ആൽത്തറയുടെ പരിസരത്താണ് ചടങ്ങ് നടന്നത്. പൂജകൾക്ക് ശേഷം ചുണ്ണാമ്പും മഞ്ഞളും കലർത്തിയ വെള്ളം ഒരുക്കി. തുടർന്ന് ക്ഷേത്രത്തിൽ നിന്നെത്തുന്ന സംഘം ആൽത്തറ വലം വെച്ച് തൊഴുത് പാട്ടുപാടി വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ നിന്ന് തിരിച്ച് ആവേശത്തോടെ ഓടിയെത്തിയ ഭക്തർ ആൽത്തറ വലം വെച്ച് നാളികേരം ഉടച്ച ശേഷമാണ് മഞ്ഞക്കുളി നടത്തിയത്. നെയ്തക്കുടിയിൽ കുടുംബി സമുദായക്കാർ പരമ്പരാഗത രീതിയിലാണ് മഞ്ഞോണം ആഘോഷിച്ചത്. ചെന്തുരുത്തിയിൽ കൂടുതൽ വർണ്ണങ്ങൾ ശരീരത്തിൽ പുരട്ടിയും വിതറിയുമാണ് ഹോളിക്ക് സമാനമായി ആഘോഷം നടക്കുന്നത്. ആഘോഷം സംഘടിപ്പിച്ച കണ്ണംകുളങ്ങര ഭഗവതി ക്ഷേത്രം ഭാരവാഹികളായ VB ദീപു, VB നിഷാന്ത് എന്നിവരാണ് നേതൃത്വം നൽകിയത്. തെക്കേ ആലുങ്ങൽക്കാവിൽ നടന്ന മഞ്ഞക്കുളിക്ക് പരമ്പരാഗത അവകാശിയായ വടക്കേടത്ത് പറമ്പിൽ VK സുനിൽകുമാർ നേതൃത്വം നൽകി. TC വിനോസ്, മാള. ചാലക്കുടി നഗരസഭയുടെ വാർഷിക പദ്ധതിക്ക് വികസന സെമിനാർ അംഗീകാരം നൽകി. ബജറ്റ് വിഹിതമായി നഗരസഭയ്ക്ക് അനുവദിച്ചിട്ടുള്ള 21 കോടി രൂപയ്ക്ക് പുറമെ തനത് ഫണ്ടും ഹെൽത്ത് ഗ്രാന്റ്, ശുചിത്വ മിഷൻ ഗ്രാന്റ് തുടങ്ങിയ ഫണ്ടുകളും ഉൾപ്പെടുന്നതാണ് പദ്ധതികൾ. റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് കിഴക്കേ ഭാഗത്തേക്ക് ജനങ്ങൾ കടന്നിരുന്ന ഫുട് ഓവർ ബ്രിഡ്ജ് അറ്റകുറ്റപ്പണി നടത്തുന്നതിന് 20 ലക്ഷം രൂപ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനുള്ള പദ്ധതി അംഗീകരിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി, സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത്, പ്രീതി ബാബു, ദീപു ദിനേശ്, ആനി പോൾ, MM അനിൽകുമാർ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭയ്ക്ക് ഒരു ദീർഘവീക്ഷണത്തോടുകൂടി എവിടെയൊക്കെ ആണ് കുട്ടനെല്ലൂർ C അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് ഗണിതശാസ്ത്ര വിഭാഗം ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന
ഹ്രസ്വ ചലച്ചിത്ര മത്സരത്തിൽ വിജയിച്ചവരെ പുരസ്കാരം നൽകി ആദരിച്ചു. കോളേജ് ഫിലിം ക്ലബ്ബും ഫോറം ഫോർ ക്രിയേറ്റീവ് എക്സ്പ്രഷനും മലയാളം വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി ചലച്ചിത്ര സംവിധായകൻ കാവിൽ രാജ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. മികച്ച ചിത്രമായി തിരഞ്ഞെടുത്ത ചൂട്ടുകളിയുടെ സംവിധായകൻ പ്രദീപ് നാരായണൻ, മികച്ച തിരക്കഥാകൃത്ത് TV ബാലകൃഷ്ണൻ, മികച്ച നടി അഞ്ജു അരവിന്ദ്, മികച്ച നടൻ സുനിൽ ചന്ദ്രൻ, മികച്ച ബാലതാരങ്ങളായ വേദിക കൃഷ്ണയ്യർ, വേദാന്ത് കൃഷ്ണയ്യർ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. ചടങ്ങിൽ നമനങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ പുതിയ ഷോർട്ട് ഫിലിം തീയങ്കത്തിന്റെ പോസ്റ്റർ പ്രകാശനം നടന്നു. ഫിലിം ക്ലബ്ബ് കോർഡിനേറ്റർ ഡോക്ടർ B കല, കോർഡിനേറ്റർ VV നവീൻ, അസോസിയേഷൻ സെക്രട്ടറി ഗംഗ ബാബു, മാത്തമാറ്റിക്സ് ആൻഡ് ഡാറ്റാ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. വൈദ്യുതി മുടങ്ങിയപ്പോൾ മാള പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം അവതാളത്തിലായി. ബുധനാഴ്ച രാത്രി മുതൽ വ്യാഴാഴ്ച പകൽ 1:30 വരെയാണ് വൈദ്യുതി മുടങ്ങിയത്. വൈകിട്ട് 7:30യോടെ വൈദ്യുതി നിലച്ചപ്പോൾ കമ്പ്യൂട്ടറുകൾ 10 വരെ ബാറ്ററിയിൽ പ്രവർത്തിച്ചു. തുടർന്ന് ഇന്റർനെറ്റ് സംവിധാനം ഉൾപ്പെടെ അവതാളത്തിലായി. പോലീസ് സ്റ്റേഷൻ ആകെ ഇരുട്ടിലായി. പിന്നീട് വ്യാഴാഴ്ച രാവിലെ വരെ മെഴുകുതിരി വെളിച്ചത്തിലാണ് പോലീസുകാർ ഇരുന്നതെങ്കിലും ഓഫീസിലെ പ്രവർത്തനങ്ങളൊന്നും നടന്നില്ല. ബുധനാഴ്ച വൈകിട്ട് ABC കേബിൾ കത്തിയതിനെ തുടർന്നാണ് മാള സാമൂഹികാരോഗ്യ കേന്ദ്രം മുതൽ പഞ്ചായത്ത് ഓഫീസ് വരെയുള്ള ഭാഗങ്ങളിൽ വൈദ്യുതി മുടങ്ങിയത്. വ്യാഴാഴ്ച കേബിൾ മാറ്റിയാണ് 1:30യോടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. ദേശീയ തലത്തിൽ കായിക പ്രതിഭകളെ വാർത്തെടുക്കാൻ തുടക്കം കുറിച്ച് വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സെറ്റ് ഗെറ്റ് തൃശൂർ ക്യാമ്പയിന്റെ ഭാഗമായി ലഭിച്ച സ്പോർട്സ് കിറ്റിന്റെ വിതരണം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. യോഗത്തിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീല മോഹൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV മുഹമ്മദ് ബഷീർ, ഡിവിഷൻ കൌൺസിലർ സന്ധ്യ കൊടക്കാടത്ത്, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുനിത ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് അരിമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ MLA NI ദേവസിക്കുട്ടിയുടെ 38ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജെൻസൺ ജെയിംസ് അധ്യക്ഷനായി. CD ചാക്കോ, CL ജോൺസൺ, P മണികണ്ഠൻ, KA തോമസ്, മാർട്ടിൻ ചാലിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഞ്ചയ പദ്ധതിയിൽ 2 കോടി രൂപ ചെലവിട്ട് തണത്തറ തോട് മുതൽ മുട്ടിപ്പാലം വരെ നടത്തുന്ന തോട് നവീകരണത്തിനും തടയണ നിർമ്മാണത്തിനും വേണ്ടിയുള്ള കരാർ നടപടി പൂർത്തിയായി. കടവല്ലൂരിലെ കർഷകരുടെ ദീർഘകാല ആവശ്യമാണ് പദ്ധതിയിലൂടെ നടപ്പിലാകുന്നത്. കടവല്ലൂർ പഞ്ചായത്തിലെ നെൽകൃഷി നിലനിർത്തുന്നതിന് തോടുകളുടെ നവീകരണം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യപ്പെട്ട് കർഷകർ തോട്ടിലിറങ്ങി നിൽപ്പ് സമരം നടത്തിയത് വാർത്തയായിരുന്നു. MLA അടക്കമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കർഷകരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ തോട് നവീകരണം ഉടൻ പൂർത്തിയാക്കാമെന്ന ഉറപ്പിന് ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. ഇത് കഴിഞ്ഞ് 3 വർഷം പിന്നിട്ടെങ്കിലും നാമമാത്രമായ പ്രവർത്തികൾ മാത്രമാണ് പാടശേഖരങ്ങളിൽ നടത്തിയത്. ഫണ്ടിന്റെ പോരായ്മയാണ് കാരണമായി പറഞ്ഞിരുന്നത്. കഴിഞ്ഞ 2 ബജറ്റിലും മുട്ടിപ്പാലം പദ്ധതി പരാമർശിച്ചെങ്കിലും തുക വകയിരുത്തിയില്ല. ഇത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. തോട് നവീകരണം ആവശ്യപ്പെട്ട് കർഷകർ വീണ്ടും സമരത്തിലേക്ക് നീങ്ങുമെന്ന ഘട്ടമായപ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നഗരസഞ്ചയ പദ്ധതിയിൽ പണം ലഭിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയത്. പഞ്ചായത്ത് 1.5 വർഷത്തോളം നടത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് തുക ലഭിച്ചതും പദ്ധതി ഇപ്പോൾ പ്രാബല്യത്തിൽ വരുന്നതും എന്ന് പ്രസിഡന്റ് പറഞ്ഞു. പൊളിഞ്ഞുകിടക്കുന്ന മുട്ടിപ്പാലം തടയണയുടെ പുനർനിർമ്മാണവും തണത്തറ മുതൽ മുട്ടിപ്പാലം വരെ തോടിന്റെ ആഴവും വീതിയും കൂട്ടി ജലസംഭരണശേഷി വീണ്ടെടുക്കലുമാണ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ കടവല്ലൂർ, ചാലിശ്ശേരി എന്നീ പഞ്ചായത്തുകളിലെ 400 ഏക്കർ നെൽകൃഷി നേരിടുന്ന ജലക്ഷാമത്തിന് പരിഹാരമാകും. TCV ന്യൂസ്, കുന്നംകുളം. അരിമ്പൂർ പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക ഗ്ലോക്കോമ വാരാചരണവും നേത്രപരിശോധന ക്യാമ്പും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ സരേഷ് ശങ്കർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മഞ്ജുഷ വർഗീസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ റീന തുടങ്ങിയവർ സംസാരിച്ചു.
തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരായ ഹിമ, ഷാലിമ, ജില്ലാ ഒപ്താൽമിക് കോർഡിനേറ്റർ ബിന്ദു വി സിദ്ദീഖ്, ഒപ്റ്റോമെട്രിസ്റ്റുമാരായ ശില്പ, ദീപ തുടങ്ങിയവർ ക്യാമ്പ് നയിച്ചു. തിരുവല്ലാമല നെയ്ത്ത് ഗ്രാമമായ കുത്താമ്പുള്ളി രാമലിംഗ സൗടേശ്വരി അമ്മൻ കോവിലിലെ ദേവപൂജ ആഘോഷം തുടരുന്നു. ഉത്സവത്തോടനുബന്ധിച്ച് ചാമുണ്ടേശ്വരി ദേവിയെ നിളയിൽ നിന്ന് സിംഹവാഹനത്തിൽ എഴുന്നള്ളിച്ചു. കിഴക്ക് പടിഞ്ഞാറ് ദിവസങ്ങളുടെ ദേവാംഗ ആചാരപ്രകാരം ചുമലിലേന്തിയാണ് സിംഹവാഹനങ്ങൾ ക്ഷേത്രത്തിലെത്തിച്ചത്. എഴുന്നള്ളിപ്പ് വഴികളിൽ ദേവീ പ്രീതിക്കായി ഭക്തർ കത്തിയിടൽ ചടങ്ങ് നടത്തി. നിരവധി പേർ തെരുവ് പ്രദക്ഷിണ ചടങ്ങുകളിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ച വൈകിട്ട് 3-ന് പൊങ്കൽ, രാത്രി 8-ന് മാരിയമ്മൻ പൂജ എന്നിവ നടക്കും. ശനിയാഴ്ച ഉത്സവം സമാപിക്കും. മറ്റത്തൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ശാസ്താംപൂവം ഉന്നതിയിലെ ബ്രിഡ്ജ് കോഴ്സ് പഠിതാക്കൾക്കായി പഠനയാത്ര സംഘടിപ്പിച്ചു. യാത്രയുടെ ഭാഗമായി കടൽ യാത്രയും നെടുമ്പാശ്ശേരി വിമാനത്താവളവും സന്ദർശിച്ചു. പഞ്ചായത്ത് അംഗം ചിത്ര സുരാജ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സുനിത ബാലൻ, CDS സബ് കമ്മിറ്റി കൺവീനർ സുലോചന, ST പ്രൊമോട്ടർ സുമ, ST ആനിമേറ്റർ അനിത, ആശാ വർക്കർ വിജയ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് PTA നിർമ്മിച്ച സോളാർ പ്ലാന്റിന്റെയും നവീകരിച്ച മെൻസ് ഹോസ്റ്റൽ കിച്ചന്റെയും ഉദ്ഘാടനം MLA സേവ്യ ചിറ്റലപ്പള്ളി നിർവഹിച്ചു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ N അശോകൻ, മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ K സനൽകുമാർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ M രാധിക, നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പാൾ രമാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. അമല മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന അമല ഫെലോഷിപ്പിന്റെ ഗുരുവായൂർ യൂണിറ്റ് രൂപീകരിച്ചു. പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സാ സഹായം ലഭ്യമാക്കുക, സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്യാമ്പുകൾ, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ എന്നിവ സംഘടിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് അമല ഫെലോഷിപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. രൂപീകരണ സമ്മേളനം അമല ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബാബു M വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ മുഖ്യാതിഥിയായിരുന്നു. CD ജോൺസൺ, ജോസഫ് വർഗീസ്, സോണി C പുലിക്കോട്ടിൽ, P മുരളീധരൻ, ഗിരീഷ് C ഗീവർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭ തിരുവെങ്കിടത്ത് നിർമ്മാണം പൂർത്തീകരിച്ച ധ്വനി റോഡ് തുറന്നുകൊടുത്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൌൺസിലർ VK സുജിത്ത് അധ്യക്ഷത വഹിച്ചു. ബാലൻ വാറനാട്ട്, സേതു തിരുവെങ്കിടം, ശശി വാറനാട്ട്, T ചന്ദ്രശേഖരൻ, ഉണ്ണി മുല്ലപ്പുള്ളി, ശ്രീദേവി ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. ഇന്ത്യയിലെ പ്രമുഖ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സ്ഥാപനമായ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സെന്റർ ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് നടപ്പാക്കുന്ന GTech വുമൺ പവർ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം GTech തൃശൂർ റൌണ്ട് സെന്ററിൽ നടന്നു. സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ ദിനത്തോടനുബന്ധിച്ച് 1002 വനിതകളെ സൗജന്യമായി പഠിപ്പിച്ച് ജോലി നൽകുന്ന പദ്ധതിയായ GTech വുമൺ പവറിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി മേയർ ML റോസി നിർവഹിച്ചു. GTech ഏരിയ ഡയറക്ടർ CI സജു പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. ജില്ലയിലെ 23 സെന്ററുകളിലെ ഡയറക്ടർമാരും കൌൺസിലർമാരും ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ 2 വർഷമായി വിജയകരമായി നിർവഹിച്ചു വരുന്ന ഈ പദ്ധതി റോട്ടറി ക്ലബ്ബുമായി സഹകരിച്ചാണ് നടപ്പാക്കുന്നത്. 35 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ പദ്ധതിയിൽ പങ്കുചേർന്ന് പഠിച്ച് ജോലി ലഭ്യമാകുന്നതാണ്. കഴിഞ്ഞ 25 വർഷമായി IT വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന GTechന് ഇന്ത്യയിലും വിദേശത്തുമായി 700-ൽ പരം സെന്ററുകളുണ്ട്. ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് GTechന്റെ മുഖമുദ്ര. വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നതിന് ജോബ് ഫെയറുകളും കലാരംഗത്തുള്ള പ്രോത്സാഹനത്തിനായി വർഷം തോറും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും G-Zoom എന്ന പേരിൽ കലാമത്സരങ്ങളും സംഘടിപ്പിച്ചു വരുന്നു. കൂടാതെ അന്താരാഷ്ട്ര സർട്ടിഫിക്കേഷനുകളും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നുണ്ട്. GTech വുമൺ പവർ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് 9387675777 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,120 രൂപ, പവന് 64,960 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,452 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് KSRTC സ്റ്റാൻഡ് വികസനം 4 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനം. ചാലക്കുടി കോട്ടയിൽ മിനിലോറി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. അപകടത്തെ തുടർന്ന് മിനിലോറിക്ക് തീപിടിച്ചു. കറുകുറ്റിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. ഒല്ലൂരിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ സിഒയുടെ നേതൃത്വത്തിൽ തൃശൂർ കോട്ടപ്പുറം വൈദ്യുതി ഭവൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം. KSEBയുടെ കേബിൾ വിരുദ്ധ നിലപാടിനെതിരെ സർക്കാർ ഗൌരവമായി നടപടിയെടുക്കണമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. ഗുരുവായൂർ ആനയോട്ടത്തിലെ ജേതാവ് കൊമ്പൻ ബാലുവിനെ 2 ദിവസത്തെ വിശ്രമത്തിനായി ക്ഷേത്രത്തിൽ നിന്ന് മാറ്റി. ആനയോട്ടത്തിൽ 3ാമതെത്തിയ കൊമ്പൻ ദേവദാസിന് ബാലുവിന്റെ ചുമതലകൾ കൈമാറി. വേലൂർ മൈലാടിക്കുന്നിലെ മണ്ണെടുപ്പിന് പഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോ. ജനകീയ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. മയക്കുമരുന്നിനും സൈബർ തട്ടിപ്പുകൾക്കും റൂറൽ ജില്ലയിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലഹരി വസ്തുക്കൾ നൽകുന്നതിനായി തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.